മലയാള മനോരമ പത്രം ഇപ്പോൾ ഒരു ക്യാമ്പയിൻ മൂഡിലാണ്. കഴിഞ്ഞ കുറേ ദിവസം അവർ ഛത്തീസ്ഗഡിന്റെ പേരിലായിരുന്നു എല്ലാ ബഹളങ്ങളും ഉണ്ടാക്കിയിരുന്നത്. പത്രം മുഴുവൻ എടുത്തു നോക്കിയാൽ ഛത്തീസ്ഗഡ്, കന്യാസ്ത്രീമാരെ ജയിലിലാക്കിയിരിക്കുന്നു, ബിഷപ്പുമാരുടെ പ്രതികരണം, കോൺഗ്രസിന്റെ പ്രതികരണം, CPM-ന്റെ പ്രതികരണം, ഇതൊക്കെയായിരുന്നു മനോരമയിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ 2-3 ദിവസമായി മനോരമ മുഴുവൻ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ ബോംബിനെ കുറിച്ചാണ് മനോരമ മുഴുവൻ പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ബോംബ് പൊട്ടിയിട്ട് ആർക്കാണ് പരിക്ക് പറ്റിയത്? സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ബോംബ് പൊട്ടിയത് കോൺഗ്രസ് നേരെ തന്നെയാണ്. പക്ഷെ ആ കാര്യം മനോരമ പറയുന്നില്ല. ഇന്നലെയും ഇന്നത്തെ പത്രവും വലിയ തോതിൽ മനോരമ എഴുതി കൂട്ടിയത് ഡൽഹിയിലെ പ്രതിഷേധത്തെ കുറിച്ചായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ എന്തോ അരുതാത്തത് സംഭവിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് മനോരമയുടെ ആവശ്യം. മനോരമ പൂർണ്ണമായും കേന്ദ്രീകരിച്ചത് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ, ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ അദ്ദേഹം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അദ്ദേഹം അവഹേളിക്കുകയാണ് ചെയ്തത്. അതാണ് മനോരമ പ്രാധാന്യത്തോട് കൊടുത്തത്. അവിടെ ഒരു പ്രസക്തമായ ചോദ്യം കർണാടകത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു. എന്താണ് ചോദ്യം? കർണാടകത്തിലെ മന്ത്രി, കോൺഗ്രസിലെ മന്ത്രി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ തൊട്ടടുത്ത അനുയായിയായ KN രാജണ്ണ, സഹകരണ വകുപ്പ് മന്ത്രി, അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് കർണാടകത്തിൽ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പരിഷ്കരിച്ചതൊക്കെ നമ്മുടെ ഭരണകാലത്താണ്. അപ്പം അന്ന് എന്തെങ്കിലുമൊക്കെ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പമാണ്, അതിന് മറ്റുള്ളവരെ പഴിച്ചിട്ട് എന്ത് കാര്യം? ആ സമയത്ത് നമ്മൾ ജാഗരൂകരാകാതിരുന്നതിന്റെ കുഴപ്പമല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതൊരു ശരിയായ ചോദ്യമല്ലേ? അതൊരു കോൺഗ്രസ്സുകാരന്റെ ചോദ്യമല്ല, ഒരു സാധാരണ ഒരാളുടെ ചോദ്യമാണ്. കാരണം അവിടെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന സമയത്ത് ഭരണത്തിലുണ്ടായിരുന്നത് ആരാണ്? ഭരണത്തിലുണ്ടായിരുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് കർണാടകയിലെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. അതിന്റെ കുഴപ്പമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിലെ സംസ്ഥാന സർക്കാരിന് കൂടിയാണ്. കാരണം നമ്മൾ കരുതുന്നത് പോലെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് പോലെ ഡൽഹിയിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല നേരിട്ട് വോട്ടർമാരെ ചേർത്തുന്നത്. ആ ഒരു പ്രക്രിയയ്ക്ക് നേതൃത്വം വഹിക്കുക മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെയും അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാണ്? അതാത് സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥരാണ്. കേരളത്തിലാണെങ്കിൽ കേരള സർക്കാരിലെ ഉദ്യോഗസ്ഥരാണ്. ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ടാവും, ഒരു IAS കാരൻ. അതേപോലെ ബാക്കിയെല്ലാം റവന്യൂ വകുപ്പിലെയും മറ്റു ഉദ്യോഗസ്ഥരാണ്. അധ്യാപകരും സർക്കാർ ജീവനക്കാരും ഒക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അപ്പം അവരുടെ വീഴ്ചയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയല്ലേ? അതാണ് രാജണ്ണ പറഞ്ഞത്. അതിന് രാജണ്ണയോട് വേണമെങ്കിൽ അവർക്കൊരു വിശദീകരണം ചോദിക്കാമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അപ്പൊ രാജണ്ണ പറയും, ഞാൻ ഇന്നതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിൽ അങ്ങനെയല്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുമെങ്കിലും കോൺഗ്രസിലെ തല തൊട്ടപ്പനെ ഭംഗ്യന്തരേണ വിമർശിച്ചാൽ, നേരിട്ടല്ല, അദ്ദേഹത്തിന്റെ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. ആദ്യം അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടു, അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായില്ല. അങ്ങനെ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുന്നതായിട്ട് മുഖ്യമന്ത്രി ഗവർണറെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം ഉണ്ട് കോൺഗ്രസിലെ ജനാധിപത്യം? അപ്പൊ അവരുടെ തലതൊട്ടപ്പനെ അയാൾ മണ്ടത്തരം പറഞ്ഞാലും അത് എതിർക്കാൻ പാടില്ല. അതിനും മറ്റൊരു മണ്ടത്തരാണ് അദ്ദേഹം പറഞ്ഞത്. അവിടുത്തെ അസംബ്ലി മണ്ഡലത്തിൽ, അതായത് CT മോഹനൻ ജയിച്ച ബാംഗ്ലൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ അസംബ്ലി മണ്ഡലങ്ങൾ ലീഡ് ചെയ്തതിൽ 1 മാത്രമേ BJP ഉണ്ടായിരുന്നുള്ളൂ എന്ന് കണക്കുകൾ വെച്ച് രാഹുൽ ഗാന്ധി പറയാണ്. അദ്ദേഹത്തിന് എവിടുന്നായി കണക്ക് കിട്ടിയത് എന്നാണ് ബാംഗ്ലൂരിലെ ആളുകൾ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള തെറ്റായ പ്രസ്താവനകൾ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചതിന് ഒരു മന്ത്രിയെ പുറത്താക്കിയിരിക്കാം. പക്ഷെ നമ്മുടെ മനോരമ പത്രത്തിൽ അതൊന്നുമില്ല കേട്ടോ. മനോരമ പത്രത്തിൽ ചെറുതായിട്ട് ഒരു വരി അതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്, ഉള്ളിൽ ഒരു 4-5 വരി കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനോരമ വലിയ വെണ്ടക്ക അക്ഷരത്തിൽ മുഴുവൻ നിരത്തിയിരിക്കുന്നത് ഡൽഹിയിലെ പ്രക്ഷോഭവും രാഹുൽ ഗാന്ധി പറഞ്ഞതും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെയാണ്. മനോരമയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ പൊട്ടത്തരം തുറന്നു കാട്ടിയ കർണാടകത്തിലെ സഹകരണ വകുപ്പ് മന്ത്രിയെക്കുറിച്ചോ അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചോ ഒന്നും പറയാൻ മനോരമയ്ക്കില്ല. കാരണം ബോംബ് സത്യത്തിൽ പൊട്ടിയിരിക്കുന്നത് കോൺഗ്രസിനകത്ത് തന്നെയാണ്. രാഹുൽ ഗാന്ധി ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തം. ഇതാണ് മനോരമയുടെ ഇരട്ടത്താപ്പ്. ഇത് ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.